ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഒഫീഷ്യലി സോണി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു, ആ ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനത് ചെയ്യാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടി നല്ല രീതിക്ക് ജടയൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ കുറച്ച് ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക. ആദ്യം തന്നെ നല്ല ഒരു ഹെയർ ബാൻഡ് ഏതെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഈക്വലായിട്ട് മുടി എടുത്തിട്ട് ഒന്ന് കെട്ടിവെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക. അതിനുശേഷം ബാക്കിലുള്ള മുടികളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കുക. ഇതുപോലെ കെട്ടിവെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ കെട്ടി വെച്ചിരിക്കുന്ന ആ മുടിയില്ലേ, അതൊന്ന് അഴിച്ചിട്ട് നല്ല രീതിയിൽ ചീവിട്ട് ബാക്കിലേക്ക് എടുത്ത് അടിയിലായിട്ടൊന്ന് കെട്ടിവെക്കുക കേട്ടോ. അത് നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം, കാരണം ലൂസ് ആവാനൊന്നും പാടില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിവെക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയെല്ലാം മുടിയും കൂടെ അഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ഹെയർ സ്റ്റൈൽ, നല്ലൊരു ലുക്ക് കിട്ടും. ഇതൊരു ക്യൂട്ട് ലുക്ക് തന്നെ കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്ത് പോകേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വീഡിയോയിൽ ചെയ്ത പോലെ ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക, അത് രണ്ട് സൈഡും ഈക്വലായിട്ട് തന്നെ എടുക്കുക കേട്ടോ. രണ്ട് സൈഡ് ഈക്വലായിട്ട് എടുത്തിട്ട് നമ്മൾ 3 പിന്നൽ പിന്നൂല്ലേ, അതുപോലെ പിന്നി കൊടുക്കുക. അപ്പോൾ ബാക്കിലെ മുടി ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ 3 പിന്നൽ പിന്നി കൊടുക്കുക. പിന്നുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിന്നണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈറ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പോർഷനും എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ടൈറ്റായി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിലുള്ള മുടി ഒന്ന് അഴിക്കുക. അഴിച്ചിട്ട് ഈ ഒരു പിന്നേക്കുന്ന ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിപ്പോ എന്തെങ്കിലും കൊണ്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഇത് ലൂസാവാൻ പാടില്ല കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ അഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 സ്ലൈഡ് പിൻ ചെയ്യേണ്ടവർക്ക് 2 സ്ലൈഡ് കൊണ്ട് തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. കാരണം സ്ലൈഡൊന്നും കാണില്ല, നമ്മൾ ഫ്രണ്ടിലേക്ക് മുടി വരുമ്പോഴേ സ്ലൈഡൊന്നും കാണില്ല. ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ അല്ലേ, നല്ല രസമുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഈ നല്ലൊരു ക്യൂട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.